10 സിനിമകളിലും എനിക്കൊന്ന് 8 സിനിമകൾ സൂപ്പർ ഹിറ്റാണ്. പിന്നെ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് വാച്ച് ഇപ്പോഴും എടുത്താൽ TV ആളുകൾ റിമോട്ട് സ്കിപ്പ് ചെയ്യാത്ത പാടാണ്. അപ്പം ഇതിലൊക്കെ അച്ഛൻ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അറിയാവുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനന്ന് ചോദിച്ചാൽ 84 ഓർഡർ നമ്മ വളറിയാം, അക്കരെ നിന്നൊരു മാരൻ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അരൻ പ്ലസ് അരൻ കിന്നരം, ഇതിലൊക്കെ പ്രധാന ക്യാരക്ടേഴ്സും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ്, പൂവാലന്മാരാണ്. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു അച്ഛനോട്, അച്ഛനൊരു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനൊരു ആ കാലത്ത് ഒരു വലിയൊരു പൂവാലനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ജീവിതത്തിൽ ഒരു കോഴിയായിരുന്നിരുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബോയിങ് അച്ഛൻ എഴുതിയതാണ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് പടമാണെന്ന് തോന്നുന്നു, പക്ഷെ അച്ഛനാണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബോയിങ് ഒക്കെ എഴുതണമെങ്കിൽ ഉള്ളിലൊരു കോഴി ഉണ്ടാവണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ എഴുതിയിട്ടുള്ള, അച്ഛൻ്റെ രാഷ്ട്രീയം ആയിക്കോട്ടെ, അച്ഛൻ്റെ ഇതായിക്കോട്ടെ, അച്ഛൻ വളർന്ന സാഹചര്യവും വളർന്ന ചുറ്റുപാടും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും കഥകളും കണ്ടിട്ടുള്ള സാധനങ്ങളുമാണ്. ഇതൊന്നും തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ആയിക്കോട്ടെ, ഏട്ടനായിക്കോട്ടെ, കഥ ഉണ്ടാക്കുന്നതൊക്കെ ഏട്ടൻ എന്നാൽ പോലും ഇപ്പം ജേക്കബ് ഏട്ടൻ്റെ സുഹൃത്തിൻ്റെ ഒരു കഥയാണ്. തട്ടം ഏട്ടൻ ഏറ്റവും അറിയാവുന്ന തലശ്ശേരിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും അവൈലബിൾ മെമ്മറിയാണ്. ഹിന്ദു മുസ്ലിം പ്രണയവും അതോടൊപ്പം തന്നെ തിര അഗെയിൻ നമ്മൾ റെഫറൻസ് വെച്ചിരുന്നത് ട്രേഡും ടേക്കണുമായിരുന്നു. ഒരു സിനിമയിൽ നിന്ന് ചെറിയ രീതിയിൽ അഡാപ്ഷനുമാണ്, ഇൻസ്പയർഡുമാണ്, പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങൾ. അഗെയിൻ ജേക്കബ് സുഹൃത്തിൻ്റെ കഥ. ഹൃദയം ഏട്ടൻ അറിയാവുന്ന, ഏറ്റവും അടുത്തറിയാവുന്ന ക്യാമ്പസ് ചെന്നൈ. ഏട്ടനും ദിവ്യയും തമ്മിലുണ്ടായിട്ടുള്ള കമ്മിങ് ഓഫ് ഏജിൽ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ദിവ്യ ഏട്ടനും തമ്മിലുണ്ടായിട്ടുള്ള ഇൻസിഡൻസും ഫസ്റ്റ് ഹാഫിലുള്ളതും ഒരു പരിധിവരെ ഇവരുടെ കോളേജ് സമയവും കാര്യങ്ങളൊക്കെയാണ് ഹൃദയത്തിൻ്റെ ഓവറോൾ പരിപാടി. ഞാൻ ലവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്തരം യാതൊരു വിധ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കമേഴ്ഷ്യൽ ഷിറ്റ് എന്ന് പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ ഫെസ്റ്റിവൽ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ തിയേറ്ററിൽ ഹിറ്റ് അടിക്കണം, ഇങ്ങനൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ദിനേശനും ശോഭയും. ബേസിക്കലി അതിൻ്റെ തോട്ട് എന്ന് പറയുന്നത് എ ബോയ് ഹെയിലിംഗ് ഫ്രം ഒരു 30-32 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഹെയിലിംഗ് ഫ്രം ഒരു സ്മോൾ ടൗൺ മലയാളി പയ്യൻ. ഏട്ടൻ്റെയും ദിവ്യയുടെയും പ്രണയമായിരുന്നു എൻ്റെ ബേസിക്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ദിവ്യ അത്യാവശ്യം ഭയങ്കര ബോൾഡായിട്ടുള്ള, ദിവ്യ ബേസിക്കലി ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഭയങ്കര ഏട്ടൻ നാട്ടും പുറത്തുനിന്ന് വരുന്ന നാടൻ പയ്യനും ഇവരുടെ ഒരു പ്രണയം ഉണ്ടല്ലോ. കാരണം ഏട്ടൻ ദിവ്യ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര എന്താ പറയണ്ടത്, ഭയങ്കര ബോൾഡായിട്ടുള്ളതും കാര്യങ്ങളെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതും ഒരു പ്ലാനുള്ള ആളാണ്. ഏട്ടനും അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞ ദിവ്യ ഏട്ടനുമായിട്ടുള്ള അവരുടെ പ്രണയമാണ് ഏട്ടനെ ശരിക്കും ഒരു ബെറ്റർ ആളാക്കി മാറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ദിവ്യൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര എന്ന് ചേട്ടൻ ഭയങ്കര കള്ളുകൂടിയും മദ്യപാനിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ദിവ്യൻ്റെ ഇൻഫ്ലുവൻസ് വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏട്ടൻ്റെ ലൈഫിൽ. കാരണം കോളേജ് സമയം തൊട്ടിട്ടുണ്ടായിട്ടുള്ള പ്രണയം അതായിരുന്നു എൻ്റെ ബേസിക് ഐഡിയ. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരു നാടൻ പയ്യൻ. കാരണം 10ാം ക്ലാസ് ഒരു ഏട്ടൻ നാട്ടിൽ പഠിച്ച, അവിടുന്ന് ഏട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. വിനീത് അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയ ആളുമായിരിക്കില്ലല്ലോ, കുറച്ചുകൂടി ടീച്ചറുടെ മോൻ. അതെ, പ്രിവിലേജിൽ നിൽക്കുകയാണല്ലോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പം എനിക്ക് അടുത്തറിയാവുന്ന പ്രണയമാണ് ഇവരുടെ. നാട്ടിൽ നിന്നുള്ളൊരു നാടൻ പയ്യനും ചെന്നൈ നഗരത്തിൽ ജീവിച്ച് വളർന്ന ഒരു അത്യാവശ്യം പ്രോഗ്രസീവായിട്ട് മോഡേൺ ഔട്ട്ലുക്ക് ഉള്ളൊരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമയുടെ ഇനീഷ്യൽ തോട്ട്. ഇതിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായത്. അത് ഞാൻ വേറൊരു നടന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച കൾച്ചറൽ ഡിഫറൻസ്, 2 സ്റ്റേറ്റ്സ്, ചേതൻ ഭഗത്തിന്റെ 2 സ്റ്റേറ്റ്സ് പോലെ ആ രീതിയിൽ പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സീരിയസ് സിനിമയായിരുന്നു ആദ്യത്തെ ആലോചന. അതൊരു നിവിനായിരുന്നില്ല ആദ്യത്തെ ചിന്തയും. അതിൻ്റെ ഇനീഷ്യൽ റൈറ്റിങ്ങിലൊക്കെ വേറെ ടൈപ്പ് ഓഫ് സിനിമയായിട്ട് ഞാൻ ചിന്തിച്ച സിനിമയാണ്. ഓവർ ദ ടോപ്പ് സ്ലാപ്സ്റ്റിക് പരിപാടി ഒന്നുമില്ലാതെ വേറൊരു നടനെ വെച്ച് ആലോചിച്ചതാണ്. ആ നടനെ ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ നടനോട് വരാനും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്തുകൊണ്ട് എടാ നിവിൻ എന്നുള്ള ചോദ്യം ഏട്ടൻ തന്നെയാണ് എന്നോട് പറയുന്നത്. ഇത് നിനക്ക് നിവിനെ വെച്ചിട്ട് ചെയ്തൂടെ? വിനീതിന് അറിയാം ഇത് വിനീത് ദിവ്യ റിലേഷൻഷിപ്പിന്റെ ത്രെഡ് എടുത്തതാണെന്ന് അല്ലേ? ബേസിക് ഐഡിയ അറിയോന്ന് അറിയില്ല. ഞാൻ അന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടുന്ന് സിനിമ മാറി. നിവിൻ വന്നപ്പോഴേക്കും പിന്നെ നിവിൻ വരാൻ നമ്മളതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നിവിൻ വരണം നമ്മൾ ആഗ്രഹിച്ചു ആക്ച്വലി. പിന്നെ ആ അജു വരണം, കോമ്പിനേഷൻ, അല്ലെങ്കിൽ അവിടുന്ന് സിനിമ മാറിയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ലൗഡ്, ഓവർ ദ ടോപ്പ്, സ്ലാപ്സ്റ്റിക് ഹ്യൂമർ. കാരണം അന്ന്
എനിക്ക് തോന്നുന്നു 2017 കഴിഞ്ഞപ്പോഴേക്കും മഹേഷും മലയാളി ഓഡിയൻസിന്റെ വ്യൂയിങ് തന്നെ മാറി, ആൾക്കാർ എടുത്തു. മെറിറ്റും കോണ്ടന്റ് ഡ്രിവൺ സിനിമകളാണെന്ന് ആൾക്കാർ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം ഇത് കാരണം 2017 സെൽഫിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് അജു നിവിൻ കോമ്പിനേഷനിൽ ചിന്തിച്ചൊരു സിനിമയായിരുന്നു ഞാൻ. വലിയ നോ ലോജിക്, നോൺ സെൻസിക്കൽ ഹ്യൂമർ ആയിട്ട് പോകുന്നൊരു സിനിമ. ആദ്യം വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത സിനിമയെ കംപ്ലീറ്റ്ലി ഒരു ഷിഫ്റ്റ് നടത്തി. ബിക്കോസ് അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ മനുഷ്യരുടെ നമ്മളെ വലുതായിട്ട് ഫുൾ എഴുതി കഴിഞ്ഞിട്ടൊന്നുമില്ല. സ്കെലിറ്റൺ ആലോചിച്ച് തുടങ്ങിയപ്പോൾ 2 സ്റ്റേറ്റ്സ് പോലെ കാരണം ഞങ്ങളുടെ കൾച്ചറും ദിവ്യ കാരണം ഒരു അയ്യർ ഫാമിലി, ബ്രാഹ്മൺ ഫാമിലി നിറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അതും വടക്കോട്ട് നിന്ന് വരുന്ന ഒരാൾ ഒരിക്കലും പലപ്പോഴും ചേർന്ന് പോകണമെന്നില്ല, ഫാമിലിയായിട്ടും ചേർന്ന് പോകണമെന്നില്ല. പല പല ഡിഫറൻസസ് ഉണ്ട്. ഈ കൾച്ചറൽ ഡിഫറൻസ് ആയിരുന്നു ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം. പക്ഷേ അതൊക്കെ പിന്നീട് ആ കഥയും അതിൻ്റെ പരിപാടിയൊക്കെ മാറി ഞാൻ അതിനൊരു യൂഷ്വൽ നിവിൻ പോളി ഷോ എന്നുള്ള രീതിയിലാണ് പിന്നെ ആ സിനിമയെ മാറ്റിയെടുത്തത്. അജു വരുമ്പോൾ അല്ലെങ്കിൽ അതാണ് ഞാൻ നയൻ മാമിനോട് ഞാൻ കഥ പറയുമ്പോൾ ഉള്ള കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തത്. പലതും ഞാൻ മാറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഇടക്കിടക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ല അന്ന് പറഞ്ഞു അതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അതിനെ പല രീതിയിൽ ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ആ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ, ദിനേശൻ, ശോഭ എന്നുള്ള ക്യാരക്ടർ നെയിംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ രീതിയിൽ 2017 സെൽഫിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് 2017 ലാസ്റ്റിൽ ഇറങ്ങേണ്ട സിനിമ 19 ഇറങ്ങിയത്. ഈ 19 ഇറങ്ങുമ്പോഴേക്ക് ഈ സിനിമയ്ക്ക് യാതൊരുവിധ സിഗ്നിഫിക്കൻസോ ഇമ്പോർട്ടൻസോ ഇല്ലാതായി മാറി. ബിക്കോസ് റിയലിസ്റ്റിക് സിനിമയോടുള്ള ആൾക്കാരോട്, അത്തരം സിനിമയോടുള്ള ആൾക്കാരുടെ ഇഷ്ടം മാറി. പക്ഷെ സ്റ്റിൽ ഫെസ്റ്റിവൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ ഓണത്തിനാണ് റിലീസായത്. അന്ന് ഇട്ടിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, ഈ 3 സിനിമയാണ്. അത് വലിയ വലിയ ലിസ്റ്റിന്റെ ബാനറിലും, ഒന്ന് മണിയമ്പള രാജവങ്ങളുടെ ബാനറിലും, ഒന്ന് ആശീർവാദം. അപ്പോൾ അവിടെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എപ്പോഴും സ്വാഭാവികമായിട്ട് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയഗണേഷ്, ഈ 3 സിനിമയിലും ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മുടെ ലോജിക്കോ ഈ സാധനങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഫെസ്റ്റിവലിന് ഒരു ഓളം വേണം, ഒരു ഹൈ വേണം, ഫാമിലിക്കും ടിക്കറ്റ് എടുക്കാവുന്ന സിനിമ. ആ ഓരോ ഓളത്തിലാണ് നമ്മൾ പലപ്പോഴും മുങ്ങിപ്പോകും. നമ്മൾ സിനിമയുടെ മെറിറ്റ് നോക്കുന്നില്ല, നമ്മൾ സിനിമയുടെ കോണ്ടന്റ് നോക്കുന്നില്ല. ഫെസ്റ്റിവൽ വരുമ്പോൾ അതേ ഞാനിപ്പോഴും ഇപ്പം നമുക്ക് മഹേഷോ അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങി നൈറ്റ്സോ ഒരു ഫെസ്റ്റിവലിന് വരുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത്രയും ഒരു അതിനോടൊപ്പം ഇപ്പം ഇന്ന് ആവേശം ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ വേറൊരു കണ്ടന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു മെറിറ്റുള്ള സിനിമ വരുവാണെങ്കിൽ ആ സിനിമക്ക് ഇനീഷ്യൽ ഉണ്ടാവില്ല. ആ സിനിമയായിരിക്കും ആൾക്കാരുടെ, ഞാൻ ഓടില്ല എന്നല്ല പറയാം, ഫസ്റ്റ് ചോയ്സ് ആവില്ല. റിപ്പീറ്റ് വരാൻ സാധ്യതയും ഇത് വരാൻ സാധ്യതയും എപ്പോഴും ഹ്യൂമറിനും ഈ ഓളത്തിനും, ആ ഓളത്തിനോട് എപ്പോഴേ ആൾക്കാർ പോകുള്ളൂ. അങ്ങനെ നമ്മൾ ഭാഗ്യത്തിന് ആ ഓളത്തിനോടൊപ്പം പോയി. അന്നത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ കലക്ട് ചെയ്ത സിനിമയാണ് ലവ് ആക്ഷൻ. അല്ലാതെ മെറിറ്റ് നോക്കുമ്പോൾ ആ സിനിമയ്ക്ക് യാതൊരു മെറിറ്റും ഇല്ല, മിക്സഡ് ആയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും മിക്സഡ് റെസ്പോൺസ് വരുന്ന എനിക്കറിയാം. സിനിമയിൽ കണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല, കഥ എന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ വടക്കൻ സെൽഫിയിൽ ഒന്നുമില്ല. വടക്കൻ സെൽഫി ഇതേ സാധനമാണ്. കാരണം അതിനൊരു ക്ലൈമാക്സ് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു തിരിഞ്ഞു പറഞ്ഞു. കാരണം ആ പെൺകുട്ടിനെ അന്വേഷിച്ച് പോകുന്നു, പെൺകുട്ടിനോട് നിവിന് ഇഷ്ടമുണ്ട്, അവിടെ വേറെ സ്റ്റോറിയായി. അവസാനം ഇവർക്കിടയിൽ ഒരു ക്ലോഷർ പോലും ഇല്ല. നിവിന്റെയും മഞ്ജിമയുടെയും ക്യാരക്ടറിനിടയിൽ ഒരു ക്ലോഷർ പോലും വടക്കൻ സെൽഫിയിൽ ഇല്ല. പക്ഷെ അന്ന് അത് ഓക്കെ ആയിരുന്നു. 2015 ഏറ്റവും കൂടി ഓടിയ പടം. പക്ഷെ 2019 വന്നപ്പോൾ ഈ സിനാരിയോ മൊത്തം മാറി. കാരണം ദിലീഷ് ചേട്ടൻ്റെ സിനിമകൾ, അല്ല മഹേഷ് വന്നതോടെ ഈ സിനാരിയോ മൊത്തം മാറി. ആൾക്കാരുടെ വ്യൂയിങ് തന്നെ മാറി. മലയാള സിനിമ വേറൊരു നെക്സ്റ്റ് ലെവലിലോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ.